ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീസ് പി എസ് സി വേൾഡിലേക്ക് സ്വാഗതം. വരാൻ പോകുന്ന കമ്പനി ബോർഡ്, ബെവ്കോ, VFA എന്നിവയ്ക്കുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ നമ്മൾ 2025 കറണ്ട് അഫയേഴ്സ് ആണ് പഠിച്ചു വന്നിരുന്നത്. ഓക്കെ, അപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ വരെയുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ഓഗസ്റ്റിലെ കറണ്ട് അഫയേഴ്സ് ഇപ്പോൾ തീരാറായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. 10th പ്രിലിംസ് ഇനിയിപ്പോൾ എഴുതാനുള്ളവർ അധികം ദിവസങ്ങളില്ല, അത് ഓർത്തുകൊണ്ട് എല്ലാവരും നല്ലവണ്ണം പഠിക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. തമിഴ്നാട് സർക്കാരിന്റെ APJ അബ്ദുൽ കലാം പുരസ്കാരം ലഭിച്ച ISRO ചെയർമാൻ ആരാണ്? എന്താണ്? തമിഴ്നാട് സർക്കാരിന്റെ APJ അബ്ദുൽ കലാം പുരസ്കാരം ലഭിച്ച ISRO ചെയർമാൻ ആണ്. ആരാണത്? നിലവിലെ ISRO ചെയർമാൻ ആയിട്ടുള്ള ഡോക്ടർ V നാരായണനാണ്. നമുക്കറിയാം 11ാമത് ചെയർമാനാണ് ഈ ഡോക്ടർ V നാരായണൻ. ഇദ്ദേഹത്തിനാണ് 2025 തമിഴ്നാട് സർക്കാരിന്റെ APJ അബ്ദുൽ കലാം പുരസ്കാരം ലഭിച്ചതെന്ന് ഓർക്കുക. നമുക്കറിയാം 11ാമതാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞു. 10ാമത് ആരായിരുന്നു? നമുക്കറിയാം നമ്മുടെ സോമനാഥ് അല്ലെ. സോമനാഥാണ് 10ാമത് ISRO ചെയർമാൻ എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞ എന്താണ്? തമിഴ്നാട് സർക്കാരിന്റെ APJ അബ്ദുൽ കലാം പുരസ്കാരം 2025 ലഭിച്ച ISRO ചെയർമാൻ ആരാണ്? ഡോക്ടർ V നാരായണനാണ്. ഓക്കെ, അടുത്ത് നോക്കിക്കേ. കെ ഫോൺ OTT സേവനം ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആരാണ്? നമുക്കറിയാം നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനാണ്. 2025 ഫാക്സ് ആണ്. അപ്പൊ കെ4 OTT സേവനം പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് ഓർക്കുക. കെ4ന്റെ ഭാഗ്യചിഹ്നം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ് കെ4ന്റെ ഭാഗ്യചിഹ്നം വരുന്നത്? ഫിബോ എന്ന കടുവയാണ് അല്ലെ, മറന്നു പോകരുത്. കെ4ന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് ഫിബോ എന്ന കടുവയാണ്. ഓക്കെ, അടുത്തത് ഓൺലൈൻ ലോട്ടറി അടക്കമുള്ള എല്ലാ ഓൺലൈൻ വാതുവെപ്പ് ചൂതാട്ടങ്ങളും നിരോധിക്കുന്ന ബില്ല് ലോകസഭ പാസാക്കിയത് എന്നാണ് ലോകസഭ പാസാക്കുന്നത്? 2025 ഓഗസ്റ്റ് 20-നാണ്. എന്താണ്? ഓൺലൈൻ ലോട്ടറി അടക്കമുള്ള എല്ലാ ഓൺലൈൻ വാതുവെപ്പ് ചൂതാട്ടങ്ങളും നിരോധിച്ചുകൊണ്ടുള്ള ബില്ല് ലോകസഭ പാസാക്കുന്നത് 2025 ഓഗസ്റ്റ് 20-നാണ്. അപ്പൊ രാജ്യസഭ പറയണ്ടേ? രാജ്യസഭ എന്നാ പാസാക്കുന്നേ? ഓഗസ്റ്റ് 21-നാണ്. തൊട്ടടുത്ത ദിവസമാണ്. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്തത് ഒരു വേദിയാണ്. പ്രഥമ കേരള ഏവിയേഷൻ സമ്മിറ്റിന്റെ വേദി. എന്താണ്? പ്രഥമ കേരള ഏവിയേഷൻ സമ്മിറ്റിന്റെ വേദി ഏതാണ്? കൊച്ചിയാണെന്ന് ഓർക്കുക. പ്രഥമ കേരള ഏവിയേഷൻ സമ്മിറ്റ് വേദി ഏതാണ്? കൊച്ചിയാണ്. അടുത്ത് നോക്കിക്കേ. ദുർഗാപൂജയുടെ ഭാഗമായിട്ട് എന്താണ് ആക്സസിബിലിറ്റി പ്രോഗ്രാം വികസിപ്പിക്കുന്നതിനായിട്ട് യുനെസ്കോയുമായി സഹകരിക്കുന്ന സ്ഥാപനം ഏതാണ്? എന്താണ്? ദുർഗാപൂജയുടെ ഭാഗമായി ആക്സസിബിലിറ്റി പ്രോഗ്രാം വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് യുനെസ്കോയുമായി സഹകരിക്കുന്ന സ്ഥാപനം ഏതാണ്? IIT ഖരഗ്പൂർ ആണ്. IIT ഖരഗ്പൂർ ആണ്. അപ്പൊ ദുർഗാപൂജയുടെ ഭാഗമായിട്ട് ആക്സസിബിലിറ്റി പ്രോഗ്രാം വികസിപ്പിക്കുന്നതിനായിട്ട് യുനെസ്കോയുമായി സഹകരിക്കുന്ന സ്ഥാപനം IIT ഖരഗ്പൂർ ആണ്. ഓക്കെ അല്ലേ? അടുത്ത് നോക്കിക്കേ. 2025 ബ്രാൻഡ് ഫിനാൻസ് റിപ്പോർട്ടിൽ ലോകത്തിലെ ഏറ്റവും മൂല്യവത്തായ ഫുട്ബോൾ ക്ലബ്ബ് ഏതാണ്? എന്താണ്? 2025 ബ്രാൻഡ് ഫിനാൻസ് റിപ്പോർട്ടിൽ ലോകത്തിലെ ഏറ്റവും മൂല്യവത്തായ ഫുട്ബോൾ ക്ലബ്ബാണ് റയൽ മാഡ്രിഡ് എന്ന് പറയുന്നത്. ഏതാണ്? റയൽ മാഡ്രിഡ്. ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. പ്രൊഫഷണൽ അസോസിയേഷൻ അവാർഡ് 2025 മികച്ച പുരുഷ താരമായത് ആരാണ്? മുഹമ്മദ് സലയാണ്. എന്താണ്? പ്രൊഫഷണൽ അസോസിയേഷൻ അവാർഡ് 2025 മികച്ച പുരുഷ താരം മുഹമ്മദ് സലയാണ്. ആരാണ്? മുഹമ്മദ് സല. അപ്പൊ മികച്ച വനിതാ താരം ആരാന്നറിയണ്ടേ? മാരിയോണ കാൽഡന്റെ ആണ്. എന്താണ്? മാരിയോണ കാൽഡന്റെ ആണ് മികച്ച വനിതാ താരം. മികച്ച യുവതാരം എന്ന് പറയുന്നത് മോർഗൻ റോഗ്രസ് ആണ്. ഒന്നുകൂടെ നോക്കിക്കേ. പ്രൊഫഷണൽ അസോസിയേഷൻ അവാർഡ് 2025 മികച്ച പുരുഷ താരം മുഹമ്മദ് സലയും മികച്ച വനിതാ താരം മാരിയോണ കാൽഡന്റെയും മികച്ച യുവതാരം മോർഗൻ റോഗ്രസും ആണ്. ഓക്കെ, കിട്ടിയല്ലോ. അടുത്തത് അഷ്ടമുടി കായലിന്റെ ദൃശ്യഭംഗി ആസ്വദിച്ച് ഓളപ്പരപ്പിലൂടെ സായാഹ്ന സവാരി നടത്താൻ ജലഗതാഗത വകുപ്പ് ആരംഭിച്ച ബോട്ട് സർവീസ് ഏതാണ്? എന്താണ്? നമ്മുടെ അഷ്ടമുടി കായലിന്റെ ദൃശ്യഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഓളപ്പരപ്പിലൂടെ സായാഹ്ന സവാരി നടത്താനായിട്ട് ജലഗതാഗത വകുപ്പ് ആരംഭിച്ച ബോട്ട് സർവീസ് ആണ് ഏത്? ഈ സി അഷ്ടമുടി എന്ന് പറയുന്നത് ബോട്ട് സർവീസ് ആണ്. ബോട്ട് സർവീസ് ഏതാണ്? ബോട്ട് സർവീസ് ഏതാണ്? സി അഷ്ടമുടിയാണ്. ഓക്കെ അല്ലേ? അടുത്തത് 2025 IMB പ്രസിദ്ധീകരിച്ച ലോക മത്സരശേഷി റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം. എന്താണ്? ലോക മത്സരശേഷി റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എന്താണ്? 41ാമത് സ്ഥാനമാണ്. അപ്പൊ 2025 IMD പ്രസിദ്ധീകരിച്ച ലോക മത്സരശേഷി റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 41ആണെന്ന് ഓർത്തു വെച്ചേക്കുക. അടുത്തത്
ബഹിരാകാശ കാലാവസ്ഥ പ്രവചിക്കുന്നതിനായിട്ട് നാസയും IBM-ഉം ചേർന്ന് വികസിപ്പിച്ച ഒരു AI മോഡൽ ഉണ്ട്. ആ AI മോഡലിന്റെ പേരാണ് സൂര്യ. എന്താണ്? ബഹിരാകാശ കാലാവസ്ഥ പ്രവചിക്കുന്നതിനായിട്ട് നാസയും IBM-ഉം ചേർന്ന് വികസിപ്പിച്ച AI മോഡലിന്റെ പേരെന്താ? സൂര്യ. AI മോഡൽ ഏതാണ്? സൂര്യ. ഓർത്ത് വെച്ചേക്കുക. അടുത്തത് 2025 ഓഗസ്റ്റിൽ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും മികച്ച ന്യായാധിപൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? 2025 അന്തരിച്ച ലോകത്തിലെ ഏറ്റവും മികച്ച ന്യായാധിപൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഫ്രാങ്ക് കാപ്രിയോ ആണ്. ആരാണ് ആ വ്യക്തി? ഫ്രാങ്ക് കാപ്രിയോ ആണ്. ഇത് പറഞ്ഞില്ല അല്ലെ? ഉത്തർപ്രദേശിലെ ജലാലാബാദ് പട്ടണത്തിന്റെ പുതിയ പേര്, ഉത്തർപ്രദേശിലെ ജലാലാബാദ് പട്ടണത്തിന്റെ പുതിയ പേരാണ് പരശുരാംപുരി എന്ന് പറയുന്നത് കേട്ടോ. പരശുരാംപുരി ഓർത്ത് വെച്ചേക്കുക. ഉത്തർപ്രദേശിലെ ജലാലാബാദ് പട്ടണത്തിന്റെ പുതിയ പേരെന്താണ്? പരശുരാംപുരി. അപ്പൊ നമ്മൾ ഇത് പറഞ്ഞു. 2025 ഓഗസ്റ്റിൽ അന്തരിച്ച ലോകത്തിലെ മികച്ച ന്യായാധിപൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഫ്രാങ്ക് കാപ്രിയോ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇന്ത്യൻ തുറമുഖ ബിൽ 2025 രാജ്യസഭ പാസാക്കിയത് എന്നാണ്? ഇന്ത്യൻ തുറമുഖ ബിൽ 2025 രാജ്യസഭ പാസാക്കുന്നത് 2025 ഓഗസ്റ്റ് 18-നാണ്. അപ്പൊ ഇന്ത്യൻ തുറമുഖ ബിൽ 2025 രാജ്യസഭ പാസാക്കിയത് 2025 ഓഗസ്റ്റ് 18. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒരു പുരസ്കാരമാണ്. 2025 അബുദാബി ശക്തി പുരസ്കാരത്തിൽ നോവൽ വിഭാഗത്തിൽ പുരസ്കാര ജേതാക്കൾ എന്താണ്? 2025 അബുദാബി ശക്തി പുരസ്കാരത്തിൽ നോവൽ വിഭാഗത്തിലെ പുരസ്കാരം കിട്ടിയത് ആർക്കൊക്കെയാണ്? S മഹാദേവൻ തമ്പിക്കും അംബികാസുധൻ മങ്ങാടിനുമാണ്. ആർക്കൊക്കെയാണ്? S മഹാദേവൻ തമ്പിക്കും അംബികാസുധൻ മാങ്ങാടിനുമാണ് 2025 അബുദാബി ശക്തി പുരസ്കാരത്തിൽ നോവൽ വിഭാഗത്തിൽ പുരസ്കാരം ലഭിക്കുന്നത്. ഓർത്തു വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. കേരള ബാലസാഹിത്യ അക്കാദമിയുടെ ഉല്ലല ബാബു പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? ആലങ്കോട് ലീലാകൃഷ്ണനാണ്. എന്താണ്? കേരള ബാലസാഹിത്യ അക്കാദമിയുടെ ഉല്ലല ബാബു പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ. ആരാണ്? ആലങ്കോട് ലീലാകൃഷ്ണൻ. ആദ്യം പോലെ നോക്കിയാലോ. തമിഴ്നാട് സർക്കാരിന്റെ APJ അബ്ദുൽ കലാം പുരസ്കാരം ലഭിച്ച ISROയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ V നാരായണനാണ്. K-ഫോൺ OTT സേവനം ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയനാണ്. അപ്പൊ ഈ K-ഫോണിന്റെ ഭാഗ്യചിഹ്നങ്ങൾ ഓർത്ത് വെച്ചേക്ക. ഫിബോ എന്ന കടുവയാണ്. ഓൺലൈൻ ലോട്ടറി അടക്കമുള്ള എല്ലാ ഓൺലൈൻ വാതുവെപ്പ് ചൂതാട്ടങ്ങളും നിരോധിക്കുന്ന ബില്ല് ലോക്സഭ പാസാക്കുന്നത് 2025 ഓഗസ്റ്റ് 20-ന്. രാജ്യസഭയാണെങ്കിൽ ഓഗസ്റ്റ് 21-നാണ്. പ്രഥമ കേരള ഏവിയേഷൻ സമ്മിറ്റ് വേദി കൊച്ചിയാണ്. ദുർഗാപൂജയുടെ ഭാഗമായിട്ട് ആക്സസിബിലിറ്റി പ്രോഗ്രാം വികസിപ്പിക്കുന്നതിനായിട്ട് യുനെസ്കോയുമായി സഹകരിക്കുന്ന സ്ഥാപനം ഏതാ? IIT ഖരഗ്പൂർ ആണ്. 2025 ബ്രാൻഡ് ഫിനാൻസ് റിപ്പോർട്ടിൽ ലോകത്തിലെ ഏറ്റവും മൂല്യവത്തായ ഫുട്ബോൾ ക്ലബ് ഏതാ? റയൽ മാഡ്രിഡ് ആണ്. പ്രൊഫഷണൽ അസോസിയേഷൻ അവാർഡ് 2025 മികച്ച പുരുഷ താരം ആരാണ്? മുഹമ്മദ് സലയും. മികച്ച വനിതാ താരം മാരിയോണ കാൽഡന്റെയും. മികച്ച യുവതാരം ആരാണ്? മോർഗൻ റോഗ്രസും ആണ്. ഓക്കെ, അഷ്ടമുടി കായലിന്റെ ദൃശ്യഭംഗി ആസ്വദിച്ച് ഓളപ്പരപ്പിലൂടെ സായാഹ്ന സവാരി നടത്താൻ ജലഗതാഗത വകുപ്പ് ആരംഭിച്ചിട്ടുള്ള ബോട്ട് സർവീസിന്റെ പേരാണ് സി അഷ്ടമുടി. 2025 IMB പ്രസിദ്ധീകരിച്ച എന്താണ്? ലോക മത്സരശേഷി റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 41. ബഹിരാകാശ കാലാവസ്ഥ പ്രവചിക്കുന്നതിനായിട്ട് നാസയും IBM-ഉം ചേർന്ന് വികസിപ്പിച്ച AI മോഡലാണ് സൂര്യ എന്ന് പറയുന്നത്. ഉത്തർപ്രദേശിലെ ജലാലാബാദ് പട്ടണത്തിന്റെ പുതിയ പേരെന്താ? പരശുരാംപുരി എന്നാണ്. 2025 ഓഗസ്റ്റിൽ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും മികച്ച ന്യായാധിപൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഫ്രാങ്ക് കാപ്രിയോ. ഇന്ത്യൻ തുറമുഖ ബിൽ 2025 രാജ്യസഭ പാസാക്കുന്നത് 2025 ഓഗസ്റ്റ് 18-നാണ്. ഇതിന് പുരസ്കാരം 2025 അബുദാബി ശക്തി പുരസ്കാരത്തിൽ നോവൽ വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ആരൊക്കെയാണ്? S മഹാദേവൻ തമ്പിയും അംബികാസുധൻ മങ്ങാടുമാണ്. കേരള ബാലസാഹിത്യ അക്കാദമിയുടെ ഉല്ലല ബാബു പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് പറഞ്ഞു? ആലങ്കോട് ലീലാകൃഷ്ണനാണ്. അപ്പൊ എല്ലാവരും ക്ലാസ്സുകൾ കണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.